ഒരു ചുക്കും ചെയ്യാത്തവരാ BJP-ക്കാര്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമല്ല, ഇവിടെ നാട്ടുരാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം വേറിയാകാൻ വേണ്ടി തിരുവിതാംകൂർ മഹാരാജാവ് തീരുമാനിച്ചപ്പം, അത് സർ CP തീരുമാനിച്ചപ്പം അതിനെതിരായി 900-ഓളം മനുഷ്യരുടെ ജീവൻ കൊടുത്ത പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. മറക്കരുത്, പുന്നപ്ര വയലാർ. അത് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പ്രത്യേകം ഒരു രാജ്യമാകാൻ പോയ നാട്ടുരാജ്യമാണ്. അതിനെല്ലാം നേരിട്ട പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന കാര്യം മറക്കരുത്. രാജ്യത്ത് വർഗീയപരമായ ചേർതിരിവിന് ഒരു തുടക്കം കുറിക്കുന്ന ഒരു പ്രവണതയാണ് ഈ പൗരത്വ ഭേദഗതി ബില്ല് പാസ്സാക്കിയത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നേടിയെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അവർ നടത്തുന്ന അഴിമതികളും മറ്റു കാര്യങ്ങളും മൂടിവെക്കുന്നതിന് വേണ്ടി ജനങ്ങളെ ബാധിക്കുന്ന ജനകീയ പ്രശ്നങ്ങൾ മുന്നിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് നടത്തുന്നത്. നോട്ട് നിരോധനം, GST, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള പൗരത്വ ഭേദഗതി, കാശ്മീർ വിഷയം, ഈ വിഷയങ്ങളെല്ലാം RSS BJP-യുടെ ഗൂഢാലോചനയുടെ ഒരു തന്ത്രമാണ്. യഥാർത്ഥത്തിൽ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് യോജിപ്പിച്ചു കൊണ്ടുപോയി ഒന്നിച്ചു കൊണ്ടുപോകേണ്ട ഒരു സർക്കാർ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഈ നടപടി തീർത്തും അപലപനീയമാണ്. ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് നിയമം നടപ്പിലാക്കുന്നതിലാണ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. വർഗീയ സംഘർഷത്തെ പോലെ അല്ലെങ്കിൽ വംശീയ കലാപം പോലെ ഇന്ത്യയിലാകെ ഉണ്ടാകാൻ പോവുകയാണ്. ഈ ബില്ലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംഘപരിവാറിന്റെ സംഘങ്ങൾ ആക്രമിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതി വരാൻ പോവുകയാണ്. ഈ രാജ്യത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ നീതി നിഷേധമാണ് ഈ പൗരത്വ ഭേദഗതി ബില്ല്. കേരളത്തിൽ നടപ്പാകും തോന്നുന്നുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും കേരളത്തിൽ ആ ബില്ല് നടപ്പിലാവില്ല. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എല്ലാ വിഭാഗ ജനങ്ങളും സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന കേരളമാണ്. ആ കേരളത്തിൽ പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ്. ജനങ്ങളെ തമ്മിൽ വിഘടിപ്പിക്കുന്ന പൗരത്വ ഭേദഗതി ബില്ല് നേരത്തെ തന്നെ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു നടപ്പിലാക്കില്ല എന്നുള്ളത്. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അവർ നടത്തുന്ന അഴിമതികളും മറ്റു കാര്യങ്ങളും മൂടിവെക്കുന്നതിന് വേണ്ടി ജനങ്ങളെ ബാധിക്കുന്ന ജനകീയ പ്രശ്നങ്ങൾ മുന്നിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ച് ഉറപ്പിച്ച് പറയാം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയും പറഞ്ഞു കഴിഞ്ഞു, കേരളത്തിൽ ഈ പൗരത്വ ഭേദഗതി ബില്ല് ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയുകയില്ല. ബില്ല് നടപ്പിലാക്കാൻ കേരള മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പക്ഷേ ഈ ബില്ല് കേരളത്തിന് ജനങ്ങളെ അടിച്ചമർത്തുന്നു തോന്നുന്നുണ്ടോ ഇന്ത്യൻ പ്രധാനമന്ത്രി? അതെ, ഇന്ത്യൻ പ്രധാനമന്ത്രി ജനങ്ങളെ അടിച്ചമർത്തുകയാണല്ലോ. കാരണം അവര് ഈ രണ്ടു തരത്തിൽ ജനങ്ങളെ നാട്ടിൽ കൊണ്ടുവന്നുകൊണ്ട്, കാരണം ഒന്നിച്ച് ജീവിക്കുന്ന ജനങ്ങളെ വിഭജിക്കാനുള്ള ഒരു പ്രവർത്തനമാണല്ലോ പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ നടത്തുന്നത്. ഒരു രാത്രി ഇന്ത്യയിൽ നോട്ട് നിരോധിച്ചു, അതുപോലെ ഇന്നലെ ഒരു രാത്രി ഇന്ത്യയിൽ ജനങ്ങളെ വേർതിരിക്കാൻ ഒരു ബില്ല് പാസ്സാക്കി. തീർത്തും രാജ്യദ്രോഹ നടപടിയുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഈ രാജ്യത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ നീതി നിഷേധമാണ് ഈ പൗരത്വ ഭേദഗതി. ഒരു രാത്രി കൊണ്ട് തന്നെ ഒരു ബില്ലിനെ പാസ്സാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഈ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക കൂടുതൽ വർദ്ധിപ്പിക്കുകയും രാജ്യത്ത് വർഗീയപരമായ ചേർതിരിവിന് ഒരു തുടക്കം കുറിക്കുന്ന ഒരു പ്രവണതയാണ് ഈ പൗരത്വ ഭേദഗതി ബില്ല് പാസ്സാക്കിയത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നേടിയെടുത്തിട്ടുള്ളത്. ഇത് തീർത്തും തെറ്റാണ്. ഈ പൗരത്വ ഭേദഗതി ബില്ല് റദ്ദാക്കണം എന്നാണ് പറയുവാനുള്ളത്. ഈ ഹിന്ദുത്വ വോട്ട് നേടാൻ വേണ്ടി മാത്രമാണ് മുസ്ലിങ്ങളെ ഇന്ത്യയിൽ പുറത്താക്കുന്നത്. തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങളെ പാക്കേജാണ്, ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഒരു പാക്കേജാണ്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത് ന്യൂനപക്ഷങ്ങളെ പുറത്താക്കുകയും മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് ഭീതി വരുത്തി അവരുടെ വോട്ട് ലാഭം ചെയ്യുവാനുള്ള ഒരു പ്രവണതയാണ് ഈ പൗരത്വ ഭേദഗതി ബില്ല്. ഇതും വീണ്ടും മോദി സർക്കാർ വരികയാണെങ്കിൽ ഇതുപോലെ പൗരത്വം ഇല്ലാത്ത ഇനി വോട്ടില്ലെന്ന് പറയും. അത് പറയാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവര് രാജ്യരാമാനം ഉണ്ടാക്കുന്ന ഓരോ പ്രവണതയും ആ രീതിയിലാണ്. നോട്ട് നിരോധനം, GST, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള പൗരത്വ ഭേദഗതി, കാശ്മീർ വിഷയം, ഈ വിഷയങ്ങളെല്ലാം RSS BJP-യുടെ ഗൂഢാലോചനയുടെ ഒരു തന്ത്രമാണ്. ഈ ബില്ല് കേരളത്തിൽ നടപ്പാക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ നടപ്പിലാക്കാൻ വേണ്ടിയല്ല. ഇപ്പോൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഈ ജനങ്ങളെ, ഇന്ത്യയിലെ ജനങ്ങളെ വേർതിരിക്കാൻ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ വേർതിരിക്കാനും ഒരു ജനങ്ങളുടെ ഇടയിൽ വേർതിരിവുണ്ടാക്കി രാഷ്ട്രീയ ലക്ഷ്യം നേടുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് യോജിപ്പിച്ചു കൊണ്ടുപോയി ഒന്നിച്ചു കൊണ്ടുപോകേണ്ട ഒരു സർക്കാർ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഈ നടപടി തീർത്തും അപലപനീയമാണ്. അതുകൊണ്ട് ജനങ്ങൾ തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കും. നിഷ്പക്ഷമായ ഒരു ജനതയാണ് പ്രത്യേകിച്ച് കേരള ജനത. ഈ ജനതയ്ക്ക് തീർച്ചയായിട്ടും ഇതിന് ഒരു പ്രതികരണമാണ്
പൂർണ്ണമായും ജനങ്ങളിൽ നിന്നുണ്ടാവുന്നത്. ഈ ബില്ല് പാസ്സാക്കാൻ ഒരു സംസ്ഥാന സർക്കാരിന്റെ ഒരു അധികാരമില്ല, കേന്ദ്രത്തിന് മാത്രം അധികാരമുള്ളത് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന് ഇത് നടപ്പിലാക്കാൻ ഇരിക്കുന്നതിനുള്ള നിയമവശങ്ങളുണ്ട്. അത് സർക്കാർ നടപ്പിലാക്കാൻ ഇരിക്കാനുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക തന്നെ. അപ്പൊ ഇങ്ങനെ ബില്ല് പാസ്സായി, ഇനി മോദി സർക്കാർ വീണ്ടും വരുമ്പോൾ പൗരത്വം ഇല്ലാത്ത വോട്ടില്ല എന്നൊരു ബില്ല് പാസ്സായാലോ? അപ്പൊ അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു മതരാഷ്ട്രത്തിലേക്ക് ഉള്ള ചുവടുവെപ്പാണ്. അതിലുള്ള ജനങ്ങൾ എത്രത്തോളം അത് അംഗീകരിക്കുമെന്ന് തീർച്ചയായിട്ടും അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പം. ഒരു ഹിന്ദു രാഷ്ട്രത്തിലുള്ള ചുവടുവെപ്പാണ് ഇത്. ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ളൊരു ചുവടുവെപ്പായിരിക്കാം, പക്ഷെ അത് ജനങ്ങൾ എത്രത്തോളം അംഗീകരിക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണുക തന്നെ വേണം. ശരിക്കും ഒരു ജനാധിപത്യ വിരുദ്ധ സമീപനത്തിന്റെ ഭാഗമായാണ് ഈ പറഞ്ഞ പൗരത്വ ഭേദഗതി ബില്ല് നിയമമാക്കി നടപ്പിലാക്കാൻ വേണ്ടി തിരിഞ്ഞത്. ഇത് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഈ മറ്റേതെങ്കിലും അധികാരത്തിന്റെ അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ നേട്ടങ്ങളൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് ശരിക്കും ഈ നിയമം നടപ്പിലാക്കി ഇതുവഴി കുറച്ച് വോട്ട് സമാഹരിച്ച് ഈ രാജ്യത്ത് വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി കഴിയുമെന്നുള്ള ഒരു ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായാണ്. ഒരിക്കലും ഈ നിയമം ഈ രാജ്യത്തിന് ഭൂഷണമല്ല എന്നാണ്. 2014 ഡിസംബർ 31 മുമ്പ് ഈ രാജ്യത്ത് കുടിയേറി പാർത്ത 6 വിഭാഗക്കാർക്കാണ്. പക്ഷെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തെ ഇസ്ലാം മതവിശ്വാസികളെ ഒഴിവാക്കിക്കൊണ്ടാണ്. സ്വാഭാവികമായും അങ്ങനെ ഈ രാജ്യം മതേതരത്വത്തിനും മാനവികതയ്ക്കും മതനിരപേക്ഷതയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു രാജ്യത്ത് ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് നിയമം നടപ്പിലാക്കുന്നതിലാണ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ ജനങ്ങളെ വേർതിരിക്കാൻ ശ്രമിക്കില്ലേ ഈ ബില്ല് കൊണ്ട്? സീരിയസ് ആയിട്ട് അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. ഇന്ത്യയിലെ ജനങ്ങളെ വേർതിരിക്കുന്ന ഒരു ബില്ലായി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സംഘടനകളും, പ്രത്യേക വിശേഷിച്ച ഇടതുപക്ഷ സംഘടനകളും യുവജന സംഘടനകളും DYFI അടക്കമുള്ള സംഘടനകൾ വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോൾ നിയമപരമായ പോരാട്ടത്തിന് തന്നെ പോകുന്നതെല്ലാം ഇതിന്റെ ഭാഗമായി തന്നെയാണ്. ഈ ബില്ല് നടപ്പിലാക്കിയുകൊണ്ട് എത്രത്തോളം ദോഷമാണ് ഇന്ത്യയിലെ ജനങ്ങൾ പിന്നെ ഡിവൈഡ് ചെയ്ത് പോവുകയല്ലേ. ഇവിടെ ആളുകൾക്ക് ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത രീതിയിൽ പോകാൻ പോവുകയാണ്. നമ്മൾ മറ്റ് ചില രാജ്യങ്ങളിൽ ദൈനംദിനം ഉണ്ടാകുന്ന വർഗീയ സംഘർഷത്തെ പോലെ അല്ലെങ്കിൽ വംശീയ കലാപം പോലെ ഇന്ത്യയിലാകെ ഉണ്ടാകാൻ പോവുകയാണ്. ഈ ബില്ലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംഘപരിവാറിൻ്റെ സംഘങ്ങൾ ആക്രമിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതി വരാൻ പോവുകയാണ്. ഞാൻ അതിനെ കുറച്ചുകൂടി ദീർഘമായി കാണാം. തെരഞ്ഞെടുപ്പിന് വോട്ട് പോലും ഇവർക്കില്ലാന്ന് പ്രഖ്യാപിക്കുമെന്ന് സംശയമുണ്ട്. പൗരത്വം ഇല്ലാത്തവർക്ക് വോട്ടില്ലാന്ന് ചോദിച്ചു. അങ്ങനെ തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുണ്ടല്ലോ ഈ ബില്ല് ഇന്നലെ രാത്രി ബില്ല് പാസ്സാക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ കരുതുന്നത് ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ അവർ പൗരത്വം ഇല്ലാത്തവർക്ക് വോട്ടില്ലെന്നും പറയും, മുസ്ലിങ്ങൾക്ക് വോട്ട് വേണ്ടെന്നുള്ള രീതിയിലാണ്. ഏറ്റവും നമ്മുടെ രാജ്യത്തെ ഒരു ഡിവൈഡ് ചെയ്ത് പോകുന്ന ഘട്ടത്തിലെ അവസ്ഥയിലേക്ക് 1947 അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. മുസ്ലിങ്ങൾ ഇന്ത്യന് പുറത്താക്കി ഹിന്ദു രാജ്യമായി പ്രഖ്യാപിക്കുകയാണ് ഉദ്ദേശം. തീർച്ചയായിട്ടും അത് തന്നെയാണ് ശ്രമിക്കുന്നവർ. അതും ഒരു അക്രമ പ്രവർത്തനം നടത്തി അതിൽ ഒരു വലിയ ഉദ്ദേശം ഉണ്ടാക്കി വർഗീയതയെ ആളിക്കത്തിച്ച് അതിനെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാറ്റാനാണ്. ഈ ബില്ല് നടപ്പിലാക്കാൻ കേരള മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ജനങ്ങൾ ഈ ബില്ല് അടിച്ചമർത്താൻ ശ്രമിക്കുമായിരിക്കും. പക്ഷേ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെയും ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിനേക്കാളും വലിയ മർദ്ദനമൊക്കെ കണ്ടുള്ള പാർട്ടി എന്ന രൂപത്തിൽ ചെറുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകും. ഒരു രാത്രി ഇന്ത്യൻ ജനങ്ങളെ വേർതിരിക്കാൻ വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി ബില്ല് പാസ്സാക്കി. കേരളത്തിൽ ബില്ല് നടപ്പാന്ന് തോന്നുന്നുണ്ടോ? അല്ല, കേരളം അത് നേരത്തെ നിലപാട് വ്യക്തമാക്കിയതാണ്. മുഖ്യമന്ത്രി അത് കൃത്യമായും പറഞ്ഞതാണ്. ഇത് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർക്ക് ജനങ്ങളെ വിഭജിപ്പിച്ച് അതിൽ കൂടി അവർക്ക് നേട്ടമുണ്ടാക്കണം. തെരഞ്ഞെടുപ്പിന് ഉള്ള ഒരു കച്ചവടമാണിത്. തെരഞ്ഞെടുപ്പിൽ BJPക്ക് നേട്ടമുണ്ടാക്കാൻ നടത്തിയ കച്ചവടം അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മമാണ് മതേതരത്വം എന്ന് പറയുന്നത്. സെക്യുലർ സ്റ്റേറ്റ് ഇന്ത്യ, ആ സെക്യുലർ സ്റ്റേറ്റ് ഇല്ലാതാക്കുക ഇവിടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ പൗരത്വ ബില്ല് പാസ്സാക്കുമ്പോൾ ഇന്നിന്ന മതക്കാർക്ക് മാത്രം മറ്റു മതക്കാരെ എന്തിനാണ് ഒഴിവാക്കിയത്? പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തിന് ഒഴിവാക്കിയത് എന്താ? പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും വരുമ്പം അവിടുന്ന് വന്ന ആളുകളെ കുറിച്ച് പറയുമ്പം മുസൽമാന്മാർ അതില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അതിന് ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ മെല്ലെ തട്ടി പുറത്താക്കാൻ വേണ്ടിയുള്ള ഗൂഢമായ നീക്കത്തിന്റെ ഭാഗമായി ഇതിനെ കാണണം. കേരള BJP സംസ്ഥാന സർക്കാരിന്റെ ഒരു അനുവാദമില്ല ഈ ബില്ല് പാസ്സാക്കും കേരള BJP പ്രസ്ഥാനം പുറത്തിറങ്ങി. അതപ്പം നമുക്ക് കാണാം. BJP കേരളത്തിൽ എന്താന്നുള്ളത് നമുക്കറിയാലോ. അവര് വരുമ്പോൾ നമുക്ക് കാണാം. നമ്മൾ ഒരുപാട് പോരാട്ട സമരങ്ങൾ നടത്തിയിരുന്ന നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുത്ത ഒരു ചുക്കും ചെയ്യാത്തവരാ BJPക്കാര്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമല്ല, ഇവിടെ നാട്ടുരാജ്യം സ്വാതന്ത്ര്യത്തിന് ശേഷം വേറിയാകാൻ വേണ്ടി തിരുവിതാംകൂർ മഹാരാജാവ് തീരുമാനിച്ചപ്പം, അത് സർ CP തീരുമാനിച്ചപ്പം അതിനെതിരായി 900ഓളം മനുഷ്യരുടെ ജീവൻ കൊടുത്ത പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. മറക്കരുത്, പുന്നപ്ര വയലാർ. അത്
നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പ്രത്യേകം ഒരു രാജ്യമാകാൻ പോയ നാട്ടുരാജ്യമാണ്. അതിനെല്ലാം നേരിട്ട പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന കാര്യം മറക്കരുത്. നമുക്ക് കാണാം, നമുക്ക് പൊതുവേദിയിൽ വെച്ച് കാണാം.